അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ചിക്കൻ മോമോ. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? കുറച്ചധികം ഗോതമ്പൊടി വളരെ കുറച്ച് മൈദ എടുത്ത് മിസ്സാക്കും. ഒക്കെ പെട്ടെന്നായിട്ടൊന്നും ഇടുകയല്ലേ, ഞാൻ മറക്കൂലേ. പിന്നെ അതിൽ വെള്ളം വെച്ച് ഡോ ആക്കി എടുക്കും. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കും. നല്ലോണം കുഴച്ച് നമ്മളെ സാധനം റെഡി. ഇനി കുറച്ചു നേരം അതിനെ പുതപ്പിക്കാൻ വെക്കുക. ഇനി അതിന്റെ ഉള്ളിൽ നിറക്കേണ്ട സാമഗ്രികൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് അതൊക്കെ അരിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത ചില്ലി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടി ഒന്ന് ഇളക്കിക്കാൻ നമ്മൾ അതിൽ ചിക്കൻ അങ്ങോട്ട് തട്ടുക. പിന്നെ കുറച്ച് മല്ലിയിലയും തട്ടുക. പിന്നെ ഓരെല്ലാരും തട്ടലോട് തട്ടുക. എഗ്ഗിന്റെ ബോളിംഗ് ഒക്കെ വേണേ ചേർക്കുക, വേണ്ടേ ചേർക്കണ്ട. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നാണ് എന്റെ ഒരു നിഗമനം. അതിന് മയോണൈസും കൂടി ചേർത്തുങ്ങാണ്ടങ്ങിട്ട് ഇളക്കിയാലുണ്ടല്ലോ എന്റെ സാറ്. അങ്ങനെ നമ്മള് സാറ് റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് നാം പറയണേ. അങ്ങനെ നമ്മള് സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മള് റെസ്റ്റിനിട്ട് ഡോ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഓരോ ചോട്ടാ ബോളാക്കുക. പരത്തുമ്പോ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എനിക്ക് എന്തായാലും ശരിയായിട്ടില്ല. അതുകൊണ്ട് ഒരു മൂടിന്റെ അടുപ്പിച്ച് റൗണ്ട് ആക്കുക. അത് നമ്മള് ഫില്ലിംഗ് ഒന്ന് ഉറച്ചു കൊടുക്കുക. എന്തിപ്പിത് ഞാൻ ഉണ്ടാക്കിയപ്പോ എനിക്ക് ഇങ്ങനത്തെ ഷേപ്പാ കിട്ടിയിരിക്കണം. ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് ഞാൻ കരുതണം. നമുക്ക് എന്തായാലും സ്റ്റീം ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മള് മോമോ റെഡി ആയി. എന്തിലാച്ചാ ഡിപ്പ് ചെയ്തിട്ട് അങ്ങ് കഴിക്കുക. നല്ല രുചിയുണ്ട്.